അതെ, പി ആർ വർക്ക് ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ കഴിവില്ലാത്തവരതിനകത്ത് ഇപ്പോൾ നിൽക്കുന്നത്. കഴിവുള്ളവർ നിൽക്കാനാണെങ്കിൽ ഞങ്ങളൊക്കെ ഇപ്പോൾ അതിനകത്ത് നിന്നല്ല അല്ലേ ഒനിൽ. അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കടാ. എന്നെ അവർക്ക് ആദ്യമേ മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു പി ആറും ഇല്ല, ഒനിലിന് പി ആറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലടാ, ഒനിലിന് പി ആറില്ല. അതിനൊക്കെ നാടൻ ടീമാണ്. സൗമാൻ ഈ താൻ ചോദിച്ച പോലെ തന്നെ ചോദ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് അവിടെ ചെയ്യുന്നത്? ഇപ്പോൾ ക്യാപ്റ്റനായിട്ട് ഏതാണ്ടൊക്കെ വാ മൊഴിഞ്ഞ് കേൾക്കുന്നത്, അതിന് വാ തുറന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഹോട്ട് സീറ്റിൽ എന്നെ നിങ്ങൾക്ക് നല്ലതായിട്ടല്ലല്ലോ നിങ്ങളെന്നെ കണ്ടത്, നിങ്ങളെ ചീത്തയല്ലേ വിളിച്ചോണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ പറയരുത്. ഇതെനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. കാരണം ജനങ്ങൾ നോക്കി കൊടുക്ക്. നല്ല മര്യാദയ്ക്ക് കളിക്കുന്നവർ വളരെ കന്നത്ത് കുറക്കും, നല്ലവരെയൊക്കെ പുറത്തിറക്കി. നല്ല കണ്ടന്റ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുന്ന ഈ ഒനിലിനെ സംബന്ധിച്ച് ഞാൻ ഒനിലിനെ നിർത്തിക്കൊണ്ട് പറയല്ല. ഒനിലൊക്കെ നല്ല അത്യാവശ്യം കാര്യമാത്ര പ്രസക്തമായ സാധനങ്ങൾ സംസാരിക്കുന്ന ആളാണ്. എനിക്ക് പറ്റുക, അവിടെ ഉണ്ടായിരുന്ന ബിൻസിക്ക് പറ്റുമായിരുന്നു, മുൻഷി രഞ്ജിത്തിന് പറ്റുമായിരുന്നു. ഇവരെയൊക്കെ ഒന്നും നിർത്താതെ അവിടെ ഏത് നേരം നോക്കിയാലും മുളക് കിട്ടിയില്ല, ചപ്പാത്തി കിട്ടിയില്ല. ചേച്ചി അതില്ലേ, ചേച്ചി പോയതിനു ശേഷമാണല്ലോ വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ വന്നേ. അതെ, അപ്പൊ അതൊരു ഇതായിട്ട് തോന്നി. കാരണം എന്തായിട്ട് വൈൽഡ് കാർഡ് വേണമല്ലോ. ഇപ്പൊ വൈൽഡ് കാർഡായിട്ട് വന്നവരവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോ കളിയെല്ലാം കണ്ടിട്ട് വന്നിട്ട് അതൊക്കെ പഠിച്ചിട്ടില്ല അവരവിടെ നിൽക്കുന്നേ. അതൊന്നും കിട്ടാൻ മസ്താനി പോയില്ലേ, കളി പഠിച്ചിട്ട് മസ്താനി ഇറങ്ങിയില്ലേ, പ്രവീൺ ഇറങ്ങിയില്ലേ. അപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷേ അവരുടേതായ ചീപ്പ് ഗെയിം അതിനകത്ത് കളിക്കുന്നുണ്ടായിരിക്കാം. ജിഷ്ണു ഇറങ്ങി, ജിഷ്ണു അതിൽ കുഴപ്പമില്ലാത്ത ആൾക്കാരായിരുന്നു. പക്ഷേ എല്ലാവരും പറയുന്നത് സാബു മോൻ ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല, പക്ഷെ അവിടെ നിന്ന് പോകുന്നു. ഇതിപ്പോ ഈ വോട്ടിങ്ങിന്റെ ബലത്തിൽ മാത്രം നോക്കുമ്പോഴേ നന്നായിട്ട് കളിക്കുന്നവർ പോകുന്നു. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. കാരണം ജനങ്ങൾ നോക്കി കൊടുക്ക്. നല്ല മര്യാദയ്ക്ക് കളിക്കുന്നവർ വളരെ കന്നത്ത് കുറക്കും, നല്ലവരെയൊക്കെ പുറത്തിറക്കി. അതെ, പി ആർ വർക്ക് ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ കഴിവില്ലാത്തവരതിനകത്ത് ഇപ്പോൾ നിൽക്കുന്നത്. കഴിവുള്ളവർ നിൽക്കാനാണെങ്കിൽ ഞങ്ങളൊക്കെ ഇപ്പോൾ അതിനകത്ത് നിന്നല്ല അല്ലേ ഒനിൽ. ഒനിൽ പിന്നെ 10-70 ദിവസത്തിനടുത്ത് നിന്നവിടെ. എങ്കിലും കുറച്ചുകൂടെ പോയാനേ ഒനിലൊക്കെ. ബിന്നി എന്നെ അവർക്ക് ആദ്യമേ മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു പി ആറും ഇല്ല, ഒനിലിന് പി ആറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലടാ, ഒനിലിന് പി ആറില്ല. അതിനൊക്കെ നാടൻ ടീമാണ്. ഡബിൾ മീനൊക്കെ ഉപയോഗിക്കണല്ലോ. അപ്പം അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ല. ആര്? ഞാനിവിടെ ഡബിൾ മീനിങ്. ചേച്ചിൻ്റെ കുറച്ചും കുറഞ്ഞ ഡബിൾ മീനിങ് ഒക്കെ ആയിട്ടുള്ള. ഡബിൾ മീനിങ് ഇൻ ദ സെൻസ് നമ്മൾ മറ്റേ തമ്പ് കൊടുക്കുന്നത് കട്ട് ചെയ്ത് ശാരിക കാണിച്ചത് കണ്ടോ, മഞ്ജു വാര്യർ, ആ ടൈപ്പില്ലെന്നാണ് ഉദ്ദേശിച്ചത്. പി ആറിന്റെ ഇതിൽ മാത്രം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇപ്പം ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതില്ല. അവർ തന്നെ അതിനകത്ത് സംസാരിക്കുന്നുള്ളൂ. ഇപ്പം അനിമോളുടെ കേസ് ആയാലും ലക്ഷ്മിക്ക് പി ആറുണ്ടോ? ആർക്കറിയാം, ഉണ്ടായിരിക്കും. സാബുമാനില്ലെന്ന് ആർക്കെങ്ങനെ അറിയാം? സൗമാൻ ഈ താൻ ചോദിച്ച പോലെ തന്നെ ചോദ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് അവിടെ ചെയ്യുന്നത്? ഇപ്പോൾ ക്യാപ്റ്റനായിട്ട് ഏതാണ്ടൊക്കെ വാ മൊഴിഞ്ഞ് കേൾക്കുന്നത്, അതിന് വാ തുറന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ദാറ്റ്സ് എ പോയിന്റ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ വട്ടത്തെ ബിഗ് ബോസും കഴിഞ്ഞ ബിഗ് ബോസും തമ്മിൽ നോക്കുമ്പോൾ കുറേ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. വേണ്ടത്ര രീതിയിലൊരു വെച്ചാൽ വഴക്കോ എന്നല്ല, അന്നതിനപ്പുറം അല്ലാണ്ട്. ഈ സീസണിലെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള സീസൺ എന്ന് ഞാൻ തന്നെ പറയും. കാരണം വേറൊന്നും ഇവിടെ ലാലേട്ടൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമാത്രം പ്രസക്തമായ കാര്യങ്ങൾ സംസാരിക്കും. ഇത് എല്ലാ ദിവസവും പച്ചമുളകിനും സാമ്പാറിനും പരിപ്പിനും വേണ്ടി അടിവെച്ചാൽ അതെന്തൊരു ബോറായി മാറും. അവിടെ റെപ്പറ്റീഷൻ കണ്ടന്റാണ്. നല്ല കണ്ടന്റ് കൊടുക്കുന്നത്, നല്ല കണ്ടന്റ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുന്ന ഈ ഒനിലിനെ സംബന്ധിച്ച് ഞാൻ ഒനിലിനെ നിർത്തിക്കൊണ്ട് പറയല്ല. ഒനിലൊക്കെ നല്ല അത്യാവശ്യം കാര്യമാത്ര പ്രസക്തമായ സാധനങ്ങൾ സംസാരിക്കുന്ന ആളാണ്. എനിക്ക് പറ്റുക, അവിടെ ഉണ്ടായിരുന്ന ബിൻസിക്ക് പറ്റുമായിരുന്നു, മുൻഷി രഞ്ജിത്തിന് പറ്റുമായിരുന്നു. ഇവരെയൊക്കെ ഒന്നും നിർത്താതെ അവിടെ ഏത് നേരം നോക്കിയാലും മുളക് കിട്ടിയില്ല, ചപ്പാത്തി കിട്ടിയില്ല. ഈ പിന്നെ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്ത ആളാണ് ആ സീസണിനകത്ത്. പക്ഷേ അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടി വഴക്കിട്ടിട്ടില്ല അവിടെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യണം. നമ്മൾ ഒരു പോർഷൻ ഭക്ഷണത്തിന് വേണ്ടി വഴക്കിടും, ഒരു പോർഷൻ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചെയ്തുകൂടെ? ഇത് ഈ 70 ഡേയ്സിലും ഇത് തന്നെയാണ് അവസ്ഥ. മൊത്തം പരാതി. അതെ, പരാതി. എത്രയോ കാര്യമാത്രം പ്രസക്തമായ കാര്യങ്ങൾ സംസാരിക്കാം നമുക്ക് ബിഗ് ബോസിൽ. വഴക്കുണ്ടാക്കിക്കോളൂ, ഓക്കെ. ബിഗ് ബോസ് വഴക്കിന്റെ സീസൺ ആണെന്നാണല്ലോ പറയപ്പെടുന്നത്. വഴക്ക് കൂടിയാലാണ് മെയിൻ ഗെയിമർ അല്ലെങ്കിൽ ഒരു കഴിവുള്ള ആളെന്നുള്ള ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഓരോരുത്തരുടെ ക്വാളിറ്റി എന്താണെന്ന്. ഇപ്പൊ വഴക്ക് കൂടിയാലും അത് അന്തസ്സുള്ള കാര്യം. ഞാൻ അവിടെ പാട്ട് ഇപ്പോഴും പാടും, അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കടാ, നല്ല കണ്ടന്റ് ഉണ്ടാക്കി കളിക്കുക, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല എനിക്ക് അതിനകത്ത്. അതുപോലെ തന്നെ ചേച്ചിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹോട്ട് സീറ്റിൽ നിന്നെല്ലാം വന്നപ്പോൾ തന്നെ പ്രേക്ഷകർ കുറേ പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും പുറത്തെടുക്കുന്നതിന് മുമ്പ് അങ്ങനെയല്ല. പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് ഞാൻ ഹോട്ട് സീറ്റിൽ എന്നെ നിങ്ങൾക്ക് നല്ലതായിട്ടല്ലല്ലോ നിങ്ങളെന്നെ കണ്ടത്, നിങ്ങളെ ചീത്തയല്ലേ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ പറയരുത്. അപ്പൊ ഹോട്ട് സീറ്റിൽ ജനങ്ങൾ വിചാരിച്ചിരുന്നത് ഹോട്ട് സീറ്റിൽ വന്നിട്ട് ഞാനും രേണുസുതിയും ഞാനും പിന്നെ ഞാൻ അവിടുത്തെ മറ്റ് ടീമുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഇടി, വലിച്ചു കീറൽ, ചീത്ത വിളി തെറി, ഇതൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ശാരിക അവിടെ നല്ലപോലെ സ്ട്രാറ്റജി എടുത്ത് തന്നെയാണ് നിന്നത്. അതുകൊണ്ടാണ് ഞാനായിട്ട് നിന്നത്. ഇപ്പോൾ നിനക്ക് എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാളല്ലേ. പക്ഷേ യഥാർത്ഥ ശാരികയായിട്ടല്ല ഞാൻ അവിടെ നിന്നത്. ഒരിക്കലും ഞാൻ ഹോട്ട് സീറ്റ് ശാരികയായിട്ടല്ല നിന്നത്.
ഞാനിതാണ്, എനിക്കിങ്ങനെ പറ്റുള്ളൂ. അവിടെ അഭിനയിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഹോട്ട് സീറ്റ് എൻ്റെ പ്രൊഫഷനാണ്. അവിടെ എനിക്ക് വേറൊരു മുഖം കാണിച്ചേ പറ്റുള്ളൂ. പക്ഷെ എല്ലാവരും അവിടെ അഭിനയമല്ലേ കാഴ്ചവെക്കണത്. ആയിരിക്കാം, അതുകൊണ്ടാണ് ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടാതെ പോകുന്നത്. ആരാണ് പേരുദോഷമില്ലാതെ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പേരുദോഷമില്ലാതെ പുറത്തിറങ്ങുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇതിങ്ങനെ സ്റ്റാമ്പായിട്ട് കിടക്കുകയല്ലേ. നമ്മൾ ഇനി വരുന്ന കണ്ടസ്റ്റൻറ്റിനും ഇനി വരാൻ പോകുന്ന ഒരുപാട് കണ്ടസ്റ്റൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥ ക്യാരക്ടർ കാണിച്ചു നിൽക്കുക. കാരണം ഇതൊരു സ്റ്റാമ്പായിട്ട് കിടക്കും ലൈഫ് ലോങ്. ഇതൊരു ഷോ ആണെന്ന് ചിന്തിക്കുക. ഇത് റിയാലിറ്റി ഷോ ആണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ലൈഫ് ഉണ്ടെന്ന് ചിന്തിക്കുക. അത്രയേ ഉള്ളൂ. ഇന്നത്തേക്ക് മതി.